കുഞ്ഞുനാളിൽ തന്നെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട് 7ാം ക്ലാസ്സിൽ പട്ടിണി കാരണം പഠിപ്പ് നിർത്തേണ്ടി വന്നൊരു ബാലൻ പിന്നീട് തൻ്റെ 85ാം വയസ്സിൽ കേരളത്തിൻ്റെ തന്നെ മുഖ്യമന്ത്രിയായ കഥ നിങ്ങൾക്കറിയുമോ? ഒരു പാർട്ടി തന്നെ ഒരു വ്യക്തിക്ക് സീറ്റ് കൊടുക്കില്ല എന്ന് പറയുന്നു. പക്ഷെ ജനങ്ങൾ തെരുവിലിറങ്ങി ആ വ്യക്തിക്ക് സീറ്റ് മേടിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിനെ തന്നെ ആ വർഷം തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച് കേരളത്തിൻ്റെ തന്നെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ വ്യക്തിയുടെ റേഞ്ച് എന്താണെന്ന്. പറഞ്ഞു വരുന്നത് വേറെ ആരെ പറ്റിയിട്ടല്ല, നമ്മുടെ VS അച്യുതാനന്ദനെ പറ്റിയിട്ടാണ്. ഒരു നിരീശ്വരവാദിയായിട്ട് പോലും തൻ്റെ 85ാം വയസ്സിൽ ശബരിമലയിൽ 5 കിലോമീറ്റർ നടന്ന് കയറി അന്നത്തെ ഭക്തജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ടി അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി പ്രയത്നിച്ച ഒരു നേതാവ്. 2018 പ്രളയകാലത്ത് വടിയും കുത്തിപ്പിടിച്ച കടപ്പുറത്തോടെ നടന്നു പോകുന്ന VS അച്യുതാനന്ദ ചിത്രം കണ്ടു പറഞ്ഞാൽ ആർക്കും ഒന്ന് രോമം എഴുന്നേറ്റ് പോകും. കാരണം ആ പ്രായത്തിലും ജനങ്ങളുടെ ക്ഷേമം മനസ്സിലാക്കാൻ വേണ്ടി ആ ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് ആളുകളിലേക്ക് ഇടങ്ങി പ്രവർത്തിക്കാൻ വളരെ കുറച്ച് നേതാക്കൾക്ക് മാത്രമേ സാധിക്കൂ. അത്തരത്തിലൊരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. ഇത്തരത്തിലുള്ള നേതാക്കളിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനുമുണ്ട്. ഇനി വരും തലമുറയ്ക്ക് ഇദ്ദേഹത്തെ പോലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയും ഡിസിപ്ലിനും ഐഡിയോളജിയും എല്ലാം ഒരു പാഠമായിരിക്കട്ടെ.